രണ്ടാഴ്ച മുമ്പ് ഞാൻ പാലക്കാട് ഒരു ദൈവാലയത്തിൽ ഒരു ദിവ്യകാരുണ്യ കൺവെൻഷന് പങ്കെടുക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരച്ഛൻ എന്നെ ഒരു വാട്സപ്പ് ഓഡിയോ സന്ദേശം കേൾപ്പിച്ചു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ്. എടി, നീ അറിഞ്ഞോ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്? മറ്റവൾ ചോദിച്ചു, എന്തേടി ബാഡ് ന്യൂസ്? നീ അറിഞ്ഞോ ഈശോയെ വളർത്തിയ അമ്മയെന്ന് പറയുന്ന മറിയം ഉണ്ടല്ലോ, ആ മറിയത്തിൽ നമ്മൾ വിശ്വസിക്കുകയോ പ്രത്യേകിച്ച് അവളെക്കുറിച്ചൊന്നും പറയുകയോ ചെയ്യേണ്ടെന്ന് ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞു. എന്തൊരു കഷ്ടമല്ലേടി, ഇവർക്കൊക്കെ ഇതെന്തു പറ്റി? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളുടെ സംഭാഷണമാണ്. ഒരു തരത്തിൽ ഇത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളിൽ പോലും തിരുസഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചും ദിശാസൂചികകളെക്കുറിച്ചും ഇതുപോലെയുള്ള ചിന്തകൾ ഉദിക്കുന്നല്ലോ എന്നുള്ള ഒരു കാര്യം. കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ അവരിലേക്കെല്ലാം ഇത് എത്തുന്നുണ്ട് എന്നുള്ള ഒരു നല്ല കാര്യം അങ്ങനെയുണ്ട്. അതേസമയം അതിനകത്തൊരു ഉത്കണ്ഠയുമുണ്ട്. ഇതൊരു ബാഡ് ന്യൂസ് ആയിട്ടാണ് പൊതുവെ എല്ലാവരും എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു ബാഡ് ന്യൂസ് ആണോ? അല്ല. നമുക്കറിയാം, ഈ പാറേപ്പള്ളിയുടെ തീർത്ഥകേന്ദ്രത്തിലേക്ക് വരുന്ന നാനാജാതി മതസ്ഥരായ സകലർക്കും അമ്മ എന്ന് പറയുന്ന എല്ലാ വികാരങ്ങളും സംഗ്രഹിച്ചിരിക്കുന്ന ഈ അക്ഷരം 2 അക്ഷരം അമ്മ എന്ന ഈ അക്ഷരക്കൂട്ടിൽ ജീവിതത്തിന്റെ മുഴുവൻ കൃപകളും അനുഗ്രഹങ്ങളും തേടിയണയുന്ന മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രയേറെ സമ്പുഷ്ടമാണ്. എന്തുകൊണ്ടാണ് പിന്നെ തിരുസഭ ഇങ്ങനെയൊരു പ്രബോധനം ഈ 2025 നമുക്ക് നൽകിയത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലയോ 14 മാർപ്പാപ്പ അല്ലെങ്കിൽ ഡൈക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യാലയം നമ്മളെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞത്? നമുക്കറിയാം, 2 അഭിധാനങ്ങൾ, 2 സംജ്ഞകൾ, പേരുകൾ മറിയത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കരുത് എന്ന ഒരു താക്കീത്, ഒരു നിർദ്ദേശമാണ് നൽകിയത്. അതിലൊന്ന് സഹരക്ഷിക. സാധാരണ നമ്മൾ പറയണത് സഹരക്ഷക എന്ന, അത് തെറ്റാണ്. സഹരക്ഷിക എന്ന് തന്നെ പറയണം. സഹരക്ഷിക എന്ന പദം കോ റെഡംപ്റ്ററിക്സ്, അത് മറിയത്തെക്കുറിച്ച് ഇനി ഉള്ള വിശേഷണമായി ഉപയോഗിക്കരുത്. 2ാമത് പറയുന്നത് മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ. ഈ 2 കാര്യങ്ങൾ നമ്മൾ മറിയത്തെക്കുറിച്ച് പറയണ്ട എന്ന് സഭ ഒരമ്മയുടെ വാത്സല്യത്തോടുകൂടെ നമ്മളെ തിരുത്തി തരുന്നത് ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചിട്ടാണ്. ഈ പ്രബോധനത്തിന്റെ ആദ്യ ഭാഗത്ത് മനോഹരമായി എന്തുകൊണ്ടാണ് ഈ 2 നാമങ്ങൾ, നാമവിശേഷണങ്ങൾ മറിയത്തിന്റെ പേരിനോടുകൂടെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, കാലം ഒത്തിരി മാറി. ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ മേഖലകളിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ നിൽക്കുന്നവരെയൊക്കെ പുകഴ്ത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, പകരങ്ങളില്ലാത്ത അമരക്കാരൻ, അല്ലേ, ഉടയാത്ത കരുത്ത്, ഗർജിക്കുന്ന സിംഹം, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേരിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്, അർത്ഥമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും അത് ഈ ലോകത്തിന്റെ വഴി, അത് അവരങ്ങനെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ സഭയിൽ വിശ്വാസത്തിന്റെ പ്രബോധന മേഖലയിൽ മറിയത്തെക്കുറിച്ച് കഴിഞ്ഞ 3 ദശകങ്ങൾ, 30 വർഷങ്ങളായി കത്തോലിക്കാ സഭയിൽ ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്, അതിനുള്ള ഒരു വിശദീകരണമാണ് ഈ ഉപദേശക കുറിപ്പ് അല്ലെങ്കിൽ മരിയാലിസ് കുൾത്തൂസ് എന്ന് പറയുന്ന പ്രബോധനം, റെഡംപ്റ്റോറിക്സ് രക്ഷകന്റെ അമ്മ എന്ന് പറയുന്ന പ്രബോധനം. ഇതിനൊക്കെ ശേഷം കടന്നു വന്ന ഈ മറിയത്തെക്കുറിച്ചുള്ള ഈ ദിശാസൂചി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ ദിശാസൂചിയിലൂടെയാണ് യഥാർത്ഥ വിശ്വാസ വഴിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, മറിയത്തെക്കുറിച്ച്, മറിയം ദൈവത്തിലും അപ്പുറമാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ വിശ്വാസം ഒരു തരത്തിൽ ഭക്തിയായി രൂപപ്പെടുകയും
അതിസാധാരണത്വം അതിന് കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യവും നാളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ വിദേശത്തുണ്ടായിരുന്ന സമയത്ത് ഒരു ചേട്ടൻ പള്ളിയിൽ വരില്ല, കുർബാനയിൽ പങ്കെടുക്കില്ല. അപ്പം ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ പള്ളിക്കൊന്നും കാണാറില്ലല്ലോ എന്ന് ചോദിച്ചു. വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഫാത്തിമയിലും ലൂർദിലും പോയിട്ടുണ്ട്. ഓർമ്മിക്കണം, ഒരു വിശ്വാസി ഫാത്തിമയിലും ലൂർദിനും മാതാവിൻ്റെ നടയിൽ പോയിട്ടുണ്ട്. എൻ്റെ ജീവിതം സാഫല്യമായി എന്ന് കരുതുന്ന ഒരു പ്രവണത, വിശ്വാസത്തിൻ്റെ നേർവഴിയിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവണത ഉണ്ടായി. സഭ പഠിപ്പിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ആവേശത്തിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപഭ്രംശങ്ങൾ. ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒരുപാട് കാര്യങ്ങളും സഭയിലും സഭയോട് ചേർന്നും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മറിയത്തെ സഹരക്ഷികയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോ റെദംത്രിക്സ്, കും എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്, വാക്കിൽ നിന്നാണ് അത് വരുന്നത്. കോ എന്ന് പറഞ്ഞാൽ കൂടെ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, തുല്യ എന്ന അർത്ഥമില്ല. ഈ ഒരു തിരിച്ചറിവ് മനസ്സിലാകാത്ത വിധത്തിൽ സമൂഹം ഇങ്ങനെ മറിയത്തെ, നമുക്കറിയാം പെട്ടെന്ന് ഒരു അമ്മയോടാണ് നമുക്ക് അടുപ്പം തോന്നുന്നത് എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ആ അമ്മയുടെ ചിത്രവും അമ്മയുടെ രൂപവും അമ്മയോടുള്ള അടുപ്പവും പ്രകടിപ്പിക്കുന്ന മനുഷ്യനെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷെ സഭ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ അനുസരിച്ച് സഭാമക്കളെ വിശ്വാസത്തിൽ വഴി നടത്തേണ്ടവളാണ് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായ മരിയ ഭക്തി എന്താണെന്നും ദൈവവിശ്വാസം എന്താണെന്നും വേർതിരിച്ച് നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് ഈ വഴിയെ നടക്കുക എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സഭ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, മറിയം സഹരക്ഷിക അല്ല. രക്ഷിച്ചവൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. മംഗളവാർത്ത കാലത്താണ് ആരാധനക്രമ മത്സരത്തിൽ ഏകരക്ഷകന്റെ മാധ്യസ്ഥ്യവും ഏകരക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസവും ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു സഭയും സമൂഹവും തിരുക്കുമാരന്റെ ജനനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ മംഗളവാർത്തയുടെ ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇക്കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഭ. അതുകൊണ്ട് കാലഘട്ടത്തിൽ മറിയത്തെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കണം എന്നുള്ള ചിന്താഗതികളും അല്ലെ ദൈവത്തോടൊപ്പം പ്രതിഷ്ഠിക്കണം എന്ന ചിന്താധാരകളും ഉണ്ടായ സമയത്താണ് സഭ തക്കതായ ഒരു മറുപടി അതിന് നൽകുന്നത്. മറിയം സഹരക്ഷികയല്ല, എല്ലാ കൃപകളുടെയും മധ്യസ്ഥയുമല്ല. പിന്നെ മറിയം ആരാണ്? നമുക്കറിയാം, പരമ്പരാഗതമായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ മറിയത്തോടുള്ള ഭക്തി സഭയിൽ അത്ര സജീവമായിരുന്നു. വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനം മരിയാലിസ് കുൾട്ടൂസ്, മരിയ ഭക്തി എന്ന് പറയുന്ന പ്രബോധനം, റെദംതോറിസ് മാറ്റർ, രക്ഷകന്റെ അമ്മ എന്ന് പറയുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനം, ഇതെല്ലാം നമ്മളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്, ആദ് ജീസസ് പെർ മറിയ, ഈശോയിലേക്ക് മറിയത്തിലൂടെ നടന്നു പോകുന്ന ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം. മറിയത്തിലൂടെ ഈശോയിലേക്ക് എത്തുന്ന ഒരു വിശ്വാസമാണ് നമുക്ക് ആവശ്യം. എവിടെയെല്ലാം ഭക്തി വിശ്വാസത്തെ മറികടന്നോ അവിടെയെല്ലാം വഴി പിരിയൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ കൃത്യമായ ഒരു പ്രബോധനം നൽകിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നും നമ്മുടെ ഭക്തി ഏതെല്ലാം മേഖലകളിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചും സഭ നമുക്ക് പ്രബോധനം നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം സഭയുടെ മക്കളായിരിക്കുന്നതിൽ. ഇതിലൂടെ മറിയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ വളർന്നു വരുന്ന മരിയ ഭക്തി പ്രകടനങ്ങൾ, ജപമാല, നൊവേന, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഭ നിരാകരിച്ചോ? ഒരിക്കലുമില്ല. കാരണം വത്തിക്കാൻ കൗൺസിൽ തിരുസഭ എന്ന് പറയുന്ന പ്രബോധനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈശോ മിശിഹായാകുന്ന ഏകരക്ഷകന്റെ രക്ഷണീയ കർമ്മത്തിൽ ചേർന്ന് നിന്ന, പൂർണ്ണമായിട്ട് സഹകരിച്ച, ആമേൻ പറഞ്ഞ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ മഹത്വം വെളിപ്പെടുത്തിയ മറിയത്തെ സഭ എന്നും വണങ്ങുകയും അവൾക്ക് വേണ്ട സ്ഥാനം നൽകി അവളെ കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തോടൊപ്പമല്ല. കാലിത്തൊഴുത്തിൽ അവൾ ഉണ്ടായിരുന്നു, കാനായിൽ ഉണ്ടായിരുന്നു, കാൽവരിയിലും ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ദൈവമല്ല, ദൈവസ്ഥാനീയയുമല്ല, ദൈവതുല്യയുമല്ല. മറിച്ച് ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി ഈ മനുഷ്യവംശത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകൾക്കും
ദൈവത്തിന്റെ ഹിതത്തിനും സ്വയം അടിയാട്ടി പറഞ്ഞുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വിശ്വാസികളുടെ അമ്മയായി മാറുന്ന മറിയം, കാനായിലെ അത്ഭുതത്തിന് നമുക്കറിയാം, ശിഷ്യന്മാർ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, മറിയം കാണാതെ വിശ്വസിക്കുന്നു എന്നതാണ് ഈ സഭയുടെ അമ്മ എന്ന നിലയിൽ മുന്നേ പോകാൻ അവൾക്ക് ഇത്രയേറെ സ്ഥാനം സഭയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ശിഷ്യന്മാര് കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിച്ച മറിയം, ആ മറിയത്തിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഈ ലോക ജീവിതത്തിന്റെ യാത്രയിൽ സങ്കട സങ്കുലമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത യാത്ര ഏതെല്ലാം തരത്തിൽ ദൈവമാകുന്ന ഏക കേന്ദ്രത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മയാണ് പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സഭ ഒരിക്കലും ജപമാലയോ മാതൃഭക്ത പ്രകടനങ്ങളോ നൊവേനകളോ ഇതൊന്നും വിലക്കുകയില്ല. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് പാറയിൽ പള്ളിയിൽ ഇന്ന് കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. സഭയെ കുറ്റം പറയാനല്ല, മറിച്ച് സഭ യഥാർത്ഥ ദിശാബോധം നൽകിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിശ്വാസത്തിന്റെ വഴിത്താരയിൽ നയിക്കുന്നതിൽ അഭിമാനിക്കാനാണ് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുക്കേണ്ടത്. ഒരുപക്ഷെ സഹരക്ഷിക എന്ന് മറിയത്തെ കുറിച്ച് പറഞ്ഞാൽ ഏകരക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ഉടയൽ സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവിടെ ചിലപ്പോൾ പരാജയം സംഭവിക്കാം. അതുകൊണ്ടാണ് സഹരക്ഷിക എന്ന് മറിയത്തെ വിളിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ കാര്യം. അതിലൊക്കെ എത്ര ഹൃദ്യമാണ്. വിശ്വാസികളുടെ അമ്മയാണ്, സഭയുടെ മാതാവാണ് അവൾ എന്ന് പറയുന്നത്. ആ ഒരു സംബോധനയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഭയാകുന്ന ഈ ഗാത്രം, മിശിഹായുടെ ഗാത്രത്തിൽ രക്ഷകന്റെ രക്ഷണീയ കർമ്മങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച വിധത്തിൽ മറിയം എന്ന് പറയുന്ന വ്യക്തിയുടെ വിശ്വാസ വഴിത്താരകളെ നോക്കിക്കൊണ്ട് ഈ മരിയൻ ഭക്തി അഭ്യാസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു നേർരേഖ പാത നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക, ഈ സഹരക്ഷിക എന്ന പദം അതല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. വിശ്വാസികളുടെ അമ്മ എന്ന് പറയുന്ന ആ അഭിസംബോധനയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും അവള് അമ്മയാണ്, വിശ്വസിച്ച സകലർക്കും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം കണ്ടുകൊണ്ട് സകലരും ദൈവത്തിൽ വിശ്വസിച്ചു എന്നതിന്റെ അവസാനം കുറിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം മറിയം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, അവൻ പറയുന്നത് ചെയ്യുക. സഭയുടെ വിശ്വാസ പാരമ്പര്യം എടുത്താൽ ഒരിക്കലും മറിയത്തെ സഹരക്ഷികയെന്നോ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയെന്നോ സഭ പഠിപ്പിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട്. പക്ഷെ ചില ഭക്ത സംഘടനകളും ചില വിശുദ്ധരുമൊക്കെ ഭക്തി പാരവശ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ സഭയുടെ വിശ്വാസ സത്യ പ്രബോധനമായിട്ട് ഇന്ന് വരെ ഇക്കാര്യം പഠിപ്പിച്ചിട്ടില്ല. 4 വിശ്വാസ സത്യങ്ങളാണ് മറിയത്തെ കുറിച്ചുള്ളത്. ഒന്ന്, അവൾ അമലോത്ഭവയാണ്, നിത്യ കന്യകയാണ്, ദൈവമാതാവാണ്, സ്വർഗാരോപിതയാണ്. ഈ 4 വിശേഷണങ്ങൾക്കപ്പുറം എന്താണ് മറിയത്തെ കുറിച്ച് പറയേണ്ടത്? അതുകൊണ്ട് ഒരിക്കലും മറിയത്തിന്റെ സ്ഥാനമോ സഭയിൽ അവൾക്കുള്ള, നമ്മുടെ ജീവിതത്തിൽ അവൾക്കുള്ള സ്ഥാനമോ ഇകഴ്ത്തിക്കാട്ടാനല്ല സഭ ഇങ്ങനെ ഒരു പ്രബോധനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. നേർവഴിയെ നടന്ന് നീങ്ങിക്കൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭക്തിയേക്കാൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മുന്നേറാനുള്ള ഒരു ജീവിതത്തിന്റെ അടയാളവും നിർദ്ദേശവുമാണ് സഭ ഇതിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കുക. നമുക്കറിയാം, വേദപുസ്തകം പരിശോധിച്ചാല് മറിയത്തിന്റെ ഈ പ്രമുഖമായ സ്ഥാനത്തിനുള്ള അടിത്തറ നമുക്ക് അവിടെ കാണാം. ദൈവത്തിന്റെ പുത്രന് ജന്മം നൽകാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ദൈവദൂതൻ കടന്നു വന്ന് പിറക്കാനുള്ള ഇടം ചോദിക്കുന്നത് മറിയത്തോടാണ്. ആ ദൈവഹിതത്തിന് മുമ്പിലാണ് അവൾ സ്വയം സമർപ്പിക്കുന്നത്, ഇതാ കർത്താവിന്റെ ദാസി. ഇതാണ് മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായി നിൽക്കുന്ന, വിശ്വാസ ജീവിതത്തിന് അമ്മയായി നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇതാണ്. ഏത് സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും രക്ഷകന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ഥാനം, വിശ്വാസികളുടെ അമ്മ, മാതാവ്, സഭയുടെ മാതാവ് എന്ന ആ സ്ഥാനം സ്വീകരിക്കുമ്പോൾ ഒരു സ്ത്രീ കടന്നു പോകേണ്ട ജീവിതത്തിന്റെ മുഴുവൻ യാതനകളും കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവൾ സ്വയം സമർപ്പിക്കുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ, ജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങളിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ, ഏതെല്ലാം തരത്തിലുള്ള വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതമാണ് നമ്മുടേത്. ഈ ജീവിതത്തിനിടയിൽ
ഇതുപോലൊരു അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മുന്നേ പോയി നമുക്ക് ഓരോരുത്തർക്കും മാതൃക നൽകിക്കൊണ്ട് ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ ചങ്കും ചക്രവാളവും എന്ന് പറഞ്ഞു തരാൻ, അവനെ നോക്കാനും അവൻ പറയുന്നത് ചെയ്യാനും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ചൂണ്ടുപലക, മറിയം എന്ന് പറയുന്ന ഈ ഹൈപ്പർബോളിയ, ഏറ്റവും വലിയ വിശുദ്ധിയുടെയും ഭക്തിയുടെയും വണക്കത്തിന്റെയും പാത്രമായ ഈ സ്ത്രീ രത്നം നമ്മളെ ഓരോരുത്തരെയും അഭിമാനപൂർവ്വം വിളിക്കുന്നത് അങ്ങോട്ടേക്കാണ്, ഈശോയിലേക്കാണ്, ദൈവപുത്രനിലേക്കാണ്. കാരണം അവനിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകർമ്മമാണ് നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു ജീവിതത്തിന്റെ സങ്കടസങ്കുലമായ യാത്രകൾ മുഴുവൻ കൺമുമ്പിൽ കാണുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ പോന്ന വിശ്വാസത്തിന്റെ കരുത്ത് ആർജിച്ചവളാണ് മറിയം. കാനായില് ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചുകൊണ്ട് രക്ഷണീയ കർമ്മങ്ങൾക്ക് പ്രോദ്ഘാടനം ചെയ്യുന്ന നിമിഷം മറിയം അവിടെ ഉണ്ടായിരുന്നു സാന്നിധ്യമായിട്ട്. എല്ലാ രക്ഷാകരമായ അനുഭവത്തിലും അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. അതിനുവേണ്ടിയാണ് സഭ നമ്മളെ മടിയിലിരുത്തി നമ്മളെ ഉപദേശിക്കുന്നതിന്റെ കാരണം അതാണ്. അവിടെ വെച്ചും അവൾ പറഞ്ഞത് അതാണ്, അവൻ പറയുന്നത് ചെയ്യുക. വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചുകൊണ്ട് അവൾ നമുക്ക് ഓരോരുത്തർക്കും മുന്നോടിയായി ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ ദൈവം കൂടെയുണ്ട്, ഇമ്മാനുവൽ എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഉറപ്പിച്ചവളാണ് മറിയം. ഇത് തന്നെയാണ് കാൽവരിയിൽ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെ ഏറ്റവും ദാരുണമായ രംഗങ്ങൾക്ക് ചുവട്ടിൽ മറിയം നിവർന്നു നിന്നു എന്ന് സഭാപിതാക്കന്മാര് പറയുന്നു. അതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുകയും ദൈവം കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന് കരുത്തും ബലവും നൽകിക്കൊണ്ടാണ് മറിയം വിശ്വാസികളുടെ മാതാവും സഭയുടെ അമ്മയുമായിട്ട് നിലകൊള്ളുന്നത് എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് ഈ അമ്മയോട് പ്രാർത്ഥിക്കാനും അമ്മയുടെ അടുക്കൽ വരാനും അമ്മയുടെ ജീവിത മാതൃക സ്വീകരിക്കാനും അമ്മ ചൂണ്ടിക്കാണിക്കുന്ന മകനിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ജീവിതത്തെ നീട്ടാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം അതിന്റെ തിളക്കമാർന്ന ഒരു തലത്തിലേക്ക് വളരുന്നത് എന്ന് ഓർമ്മിക്കുക. പരിശുദ്ധ കുർബാന എടുക്കുക, മറിയത്തെ അനുസ്മരിക്കുന്ന രംഗങ്ങളുണ്ട്. എത്ര കൃത്യമായിട്ടാണ് മറിയത്തിന് കൊടുക്കുന്ന സ്ഥാനം ഈ കുർബാനയിൽ നമ്മൾ എത്ര സുന്ദരമായിട്ടാണ് കുർബാനയിൽ മറിയത്തിന് സ്ഥാനം കൊടുക്കുന്നതെന്ന് ഓർമ്മിക്കണം. ഒരുക്ക ശുശ്രൂഷയുടെ 2ാം ഭാഗം അനാഫറയ്ക്ക് മുൻപാടായിട്ട് നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണ ഓർമ്മിക്കണം. എത്ര കൃത്യമായിട്ട് സഭയിൽ മറിയത്തിനുള്ള സ്ഥാനം സഭ കൊടുത്തിരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അത് ആഘോഷിക്കുന്നു എന്നതിന് ഇതിനും വലിയ തെളിവ് എന്താ വേണ്ടത്? ഒരിക്കലും മറിയം തൃത്വത്തിനൊപ്പമല്ല, തൃത്വേക ദൈവമല്ല, ദൈവസ്ഥാനീയല്ല. മറിച്ച് ദൈവത്തിന് കൊടുക്കാനുള്ള സ്ഥാനവും പരിഗണനയും മുൻഗണനയും ഒക്കെ കൊടുത്തതിന് ശേഷം സഭ ആദ്യം ഓർമ്മിക്കുന്ന പ്രഥമ വനിത മറിയമാണ്. എന്തുകൊണ്ടാണ്? മറിയമാണ് ഈ തൃത്വേക ദൈവത്തിൽ വിശ്വസിച്ചവളും ദൈവത്തിന്റെ സഹവാസം, ദൈവത്തിന്റെ ഉള്ളിലും പുറമെയുമുള്ള ജീവിതത്തിന്റെ സംരക്ഷണം തിരിച്ചറിഞ്ഞവൾ മറിയമാണ്. അങ്ങനെയുള്ള ഒരു ദൈവത്തോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിന്റെ വിശ്വാസ വഴിത്താര എങ്ങനെ ഒരു വിശ്വാസി മുന്നോട്ട് നയിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. എത്ര മനോഹരമായിട്ടാണ് തൊട്ട് അടുത്ത് നമ്മൾ വിശ്വാസ പ്രമാണം, അതിൽ നമ്മൾ മറിയത്തെ അനുസ്മരിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുക. അപ്പൊ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന ദൈവകുമാരനെ സ്മരിക്കുകയാണ്. അപ്പൊ പരിശുദ്ധ കുർബാനയിൽ വേദപുസ്തകത്തിന്റെ അടിത്തറ നമ്മൾ കണ്ടു. പരിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് മറിയത്തെ അനുസ്മരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് അതിന്റെ ക്രൈസ്തവ സാഹിത്യ മേഖലയിൽ 18ാം നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥത്തിൽ ജർമ്മനിയിൽ നിന്നും ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് വിശ്വാസ സത്യങ്ങളും വിശ്വാസത്തിന്റെ പ്രമേയങ്ങളും പാട്ടാക്കി തന്ന ഒരു മഹാ മിഷണറി ഉണ്ട്, അർണോസ് പാതിരി. പുത്തൻപാന, കൂതാശപ്പാന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ, എത്രയാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് എഴുതപ്പെട്ട ആ പാനയുടെ ഏതാനും വരികൾ ഇങ്ങനെയാണ്: ദേവസൂര്യനുദിപ്പാൻ അവനിയിൽ ദേവാനുഗ്രഹ താരമുദിച്ചു. ആരാണ് ഈ ദേവസൂര്യൻ? ഈശോ. എത്ര കൃത്യമായിട്ട് സഭ ഇത് പറയുന്നു.
ഈയിടെ കണ്ടുപിടിച്ച ഈ നവംബർ 4 2025 കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ലത്. ദേവസൂര്യൻ ഉദിപ്പാൻ അവനിയിൽ ദേവാനുഗ്രഹ താരം ഉദിച്ചു. ഈ വലിയ നക്ഷത്രം, വലിയ സൂര്യൻ, ഉദയസൂര്യനായ മിശിഹായ്ക്ക് അവതരിക്കാൻ വേണ്ടി അതിന്റെ മുമ്പേ വന്ന ഒരു ചെറു നക്ഷത്രമായിട്ട് സഭയുടെ നഭോമണ്ഡലത്തിൽ മറിയത്തെ പ്രതിഷ്ഠിക്കുന്ന വിശ്വാസ പാരമ്പര്യം. തൊട്ടടുത്ത് പറയുന്നു, രാജരാജൻ ധരേ എഴുന്നള്ളുവാൻ രാജസിംഹാസനം ചമയിച്ചു. രാജാധിരാജനായ മിശിഹ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടമാണ്, രാജസിംഹാസനമാണ് മറിയം. ഓർമ്മിക്കുക, കത്തോലിക്ക സഭ പുതിയതായിട്ട് കണ്ടുപിടിച്ചതൊന്നും അല്ല ഇത്. എന്നും എക്കാലവും പ്രഘോഷിച്ചിരുന്ന വിശ്വാസത്തിന്റെ പ്രബോധനങ്ങളും വിശ്വാസത്തിന്റെ ചൈതന്യവും ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകൂടെ കൃത്യമായി, വ്യക്തമായി, സുവ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ആകുലതകളും അസ്വസ്ഥതകളും ഒന്നും വേണ്ട. മറിയത്തെ എന്നും വിളിച്ചപേക്ഷിക്കാനുള്ള എല്ലാ തുറവും സഭ നമുക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുക. അങ്ങനെ മറിയത്തെ സഹരക്ഷികയെന്നോ കൃപകളുടെ മധ്യസ്ഥയെന്നോ വിളിക്കാതെ നമ്മുടെ വിശ്വാസത്തിന്റെ മാതാവ്, വിശ്വാസികളുടെ മാതാവായ മറിയം എന്ന് വിശേഷിപ്പിക്കാനുള്ള ഒരാത്മീയ സംസ്കാരം നമ്മുടെ ഇടയിൽ രൂപപ്പെടുത്തിയെടുക്കണം. അത് കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭ എന്ന് പറയുന്ന പ്രബോധനം 53 മറിയത്തിന്റെ മഹത്വം എന്താണെന്ന് വർണ്ണിക്കുന്നുണ്ട്. അത് ദൈവത്തോടുള്ള തുല്യതയല്ല മറിയത്തിന്റെ മഹത്വം, മറിച്ച് ദൈവഹിതത്തോട് സ്വയം വിധേയപ്പെടാനുള്ള മനസ്സാണ്. ഇതാണ് മറിയത്തിന്റെ ശിഷ്യത്വം എന്ന് പറയുന്നത്. മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, കറപൊള്ളാത്തൊരു ജീവിതവുമായി ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ ഏറ്റെടുത്ത ജീവിതത്തിന്റെ മാമോദീസായിലെ പ്രതിജ്ഞ, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് മറിയത്തിന്റെ മഹിമ, മഹത്വം എന്ന് പറയുന്നത് ദൈവ തുല്യത അല്ല, മറിച്ച് തന്നെ സമർപ്പിക്കാൻ പോകുന്ന വിശ്വാസത്തിന്റെ ധൈര്യവും ധാർഢ്യവും ദൃഢതയാണ്. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. നമുക്കറിയാം, വിശ്വാസ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് ഉലയുന്നവരാണെന്ന് നമുക്കറിയാം. അവിടെയാണ് മറിയത്തെക്കുറിച്ചുള്ള ഇതുപോലെയുള്ള കാഴ്ചപ്പാടുകളും വ്യക്തമായ ദിശാബോധവും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് സഭ നമ്മളെ നയിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം.